ദേ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന താരാണ് വരുന്നത് കേട്ടോ. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഇപ്പം എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? ആറില്. വലിയ സംഭവമൊക്കെ കേട്ടില്ലോ ഞങ്ങള്. എവിടേക്ക് പോയി എന്തൊക്കെയാ കിട്ടിയെന്നൊക്കെ പറയണ്ടല്ലോ. ഞാൻ ഡൽഹിയിൽ പോയിണ്ടായിരുന്നു, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട്. എന്തായിരുന്നു അത്? ടീൻ ഫ്ലൈയിങ് ഫെം ഇന്ത്യ സീസൺ 3 വിന്നർ ആയിരുന്നു. എനിക്ക് 12 വയസ്സാണ്. എന്നാലും ഏജ് ആയിട്ടില്ലേ, 13 വയസ്സ് തൊട്ടാണ് ശരിക്കും ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ 12 വയസ്സായതുകൊണ്ട് കുഴപ്പമില്ല, വന്നോ മത്സരിച്ചോളം പറഞ്ഞിട്ട് 18 വയസ്സ് വരെ ഉണ്ടായിരുന്നു കാറ്റഗറി. അതായത് കുറെ ചേച്ചിമാരുടെ ഇടയിൽ നിന്ന് മത്സരിച്ചിട്ട് ടൈറ്റിൽ വിന്നർ ആയിട്ട് വന്നേക്കാണ്. കുറെ പേര് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കും, അതിൽ നിന്ന് അവർ ടോപ്പ് 13 എടുക്കും. അതിൽ നിന്നാണ് നമുക്ക് ടൈറ്റിൽ വിന്നറായി വന്നിരിക്കുന്നത്. അപ്പൊ ആരെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട്? രണ്ടുപേരും, ഫാമിലി ഫുൾ ഭയങ്കര സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ് അല്ലേ? ഇതാണ് നമ്മുടെ ആ ഒരു ക്രൗൺ അല്ലേ? ശരി, അതൊന്ന് വെച്ചേ നോക്കട്ടെ. എന്തായാലും നമ്മുടെ കേരളത്തിലെ കൊച്ചു മിടുക്കികൾക്കും മിടുക്കന്മാർക്കും ഒക്കെ ഒരു എന്താ പറയുക, വലിയൊരു അഭിമാനമായിട്ട് മാറിയിട്ടുണ്ട് കേരൻ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ സ്മൈലിന് ഒരു പ്രത്യേക ഒരു കൺഗ്രാജുലേഷൻ. കേരൻ നമ്മുടെ ഹെൽത്ത് വോഗിന്റെ ഒരു കുട്ടിത്താരായിരുന്നു ഇതുവരെ. ഇപ്പൊ ഒരു നാഷണൽ ബേസ്ഡ് താരായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്തോഷം നമ്മള് ഒരു ഓപ്പർച്യൂണിറ്റി വഴിയാണ് കേരന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതൊന്ന് പറഞ്ഞേ. നമ്മുടെ ഹെൽത്ത് വോഗിന്റെ ചാപ്റ്റർ 3 സീനിയർ സിറ്റിസൺസിന്റെ കൊറിയോഗ്രാഫർ ഇനി കേരനായിരിക്കും. ഹെൽത്ത് വോഗ് ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലിക്കറ്റിൽ ഒരു ഷോ വരുന്നുണ്ട്, ഫാഷൻ ഷോ വരുന്നുണ്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക. വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചു മിടുക്കി നമ്മുടെ കേരളത്തിൽ നല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രൈസൊക്കെ സമ്മാനമൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതായത് ഇനിയും ഇതുപോലുള്ള ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള കൊച്ചുമക്കളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് നമ്മുടെ മോള് മാറട്ടെ. അതുപോലെ കേരന് ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.